ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിസ്റ്ററിയും ഫെയ്ത്തും കൂടിക്കലർന്ന ഒരു വലിയ ലോകമാണ് ബൈബിളിൻ്റേത്. സോ കോംപ്ലിക്കേറ്റഡ്. ഒരു ബുക്കിൽ തന്നെ പാരബിൾസ്, മിറാക്കിൾസ്, ഹീലിങ്സ്, പ്രോഫസീസ്, ടൈം ലൈൻസ് ഇതെല്ലാം മാറി മാറി വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാം. സ്വാഭാവികം. എന്നാൽ ഒരു സിമ്പിൾ ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ വായിക്കാനും പഠിക്കാനും സാധിക്കും. അങ്ങനെ ഒരു സിമ്പിൾ ഔട്ട്ലൈൻ തരാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ശ്രമിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഓവർവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം പേരിൽ തന്നെ ഓതർ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി. ഇത് യേശുവിൻ്റെ ശിഷ്യൻ മത്തായി ആണോ അതോ വേറെ ഏതെങ്കിലും മത്തായി ആണോ എന്ന് ബൈബിളിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കാരണം ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. 5 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കാറ്. ചാപ്റ്റർ 1 മുതൽ 4 വരെ ഒരു ഹിസ്റ്ററി ബുക്ക് വായിക്കുന്നത് പോലെ വായിക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ കാര്യങ്ങൾ: യേശുപ്പച്ചൻ്റെ ജീനിയോളജി, യേശുപ്പച്ചൻ്റെ ജനനം, മരുഭൂമിയിലെ ടെംപ്റ്റേഷൻ, പിന്നെ ദ കിങ്ഡം ഓഫ് ഹെവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കാണാം. ഇവിടെയാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 2ാമത്തെ പാർട്ടിലേക്ക് കടന്നാലോ. അവിടെയാണ് യേശുപ്പച്ചൻ്റെ ആ ഫേമസ് പ്രസംഗം വരുന്നത്. 5, 6, 7 ചാപ്റ്ററുകൾ. ഈ പാർട്ട് ഒരു ഫിലോസഫി ബുക്ക് വായിക്കുന്ന പോലെ വായിക്കാം. എന്താണെന്നോ, ഇവിടെയാണ് യേശുപ്പച്ചൻ്റെ പ്രസംഗമുള്ളത്. ദ സെർമൺ ഓൺ ദ മൗണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും ഡെപ്തുള്ള ഏരിയയാണിത്. ഇവിടെ നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നീതിയും സ്വർഗത്തിൻ്റെ നീതിയും തമ്മിലുള്ള അന്തരം, അതുമല്ലെങ്കിൽ യഹൂദ മതവും ക്രിസ്തീയ ദർശനവും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇവിടെ കാണാം. ഇവിടെ കഥകളോ ഇൻസിഡൻസുകളോ അത്ഭുത പ്രവൃത്തികളോ ഒന്നുമില്ല. ഫുൾ ഉപദേശങ്ങളാണ്. ഇനി ചാപ്റ്റർ 8 മുതൽ 13 വരെ വന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. പാരബിൾസ്, സ്റ്റോറീസ്, മിറാക്കിൾസ്, ഹീലിങ്സ്, ബേസിക്കലി യേശു അപ്പച്ചൻ്റെ മിനിസ്ട്രി വർക്ക്. പിന്നെ മിനിസ്ട്രിയുടെ എക്സ്പാൻഷൻസും കാണാം. അതായത് യേശു അപ്പച്ചൻ 12 ശിഷ്യന്മാരെ വിളിച്ച് മിനിസ്ട്രി വർക്കിനായി ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നത്. അടുത്ത 4ാമത്തെ പാർട്ടിലേക്ക് കടന്നാലോ. ചാപ്റ്റർ 14 മുതൽ 21 വരെ. ഇവിടെ ഫുൾ കൺഫ്യൂഷനാണ്. നമ്മുടെ കൺഫ്യൂഷനല്ല, അന്നത്തെ ജനങ്ങളുടെ കൺഫ്യൂഷൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും കൺഫ്യൂഷൻ. ജനങ്ങൾക്കും പരീശന്മാർക്കുമുള്ള ഡൗട്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒരേ ഒരു ഡൗട്ടാണ്: ഈ യേശു ആരാണ്? മശിഹായാണോ, പ്രോഫറ്റാണോ, രാജാവാണോ എന്ന ജനങ്ങളുടെ ഡൗട്ട്. ഒരു കള്ളപ്രവാചകനാണോ എന്ന പരീശന്മാരുടെയും സദൂക്യരുടെയും ഡൗട്ട്. ഈ സംശയങ്ങൾക്കിടയിലാണ് പത്രോസിൻ്റെ ആ വലിയ വെളിപ്പെടുത്തൽ: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നു എന്ന വെളിപ്പെടുത്തൽ, ദ സൺ ഓഫ് ഗോഡ് എന്ന വെളിപ്പെടുത്തൽ. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ യേശുപ്പച്ചനെ തന്നെ പൊസിഷൻ ചെയ്യുന്നത് ഒരു സഫറിങ് സെർവൻ്റ് ആയിട്ടാണ്. മിശിഹ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് വരുന്ന, യുദ്ധം ചെയ്യിക്കുന്ന ഒരു വലിയ രാജാവാണെന്നാണ് അന്നത്തെ ജനങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്നത്. എന്നാൽ യേശുപ്പച്ചൻ എല്ലാവരുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും തകിടം മറിക്കുകയാണ്. കഷ്ടം അനുഭവിക്കുന്ന ഒരു ദാസനായിട്ടാണ് യേശുപ്പച്ചൻ തന്നെ കാണിക്കുന്നത്, ഒരു സഫറിങ് സെർവൻ്റ് ആയിട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് കടന്നാൽ, അതായത് ചാപ്റ്റർ 22 മുതൽ 28 വരെ. വേണമെങ്കിൽ കുറേ ഇൻസിഡൻസ് വായിച്ചു പോകുന്ന മാതിരി വായിച്ചു പോകാം. പക്ഷേ ഈ ഭാഗത്താണ് കർത്താവ് പല ഡിവൈൻ സത്യങ്ങളും വെളിപ്പെടുത്തുന്നത്. ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വെളിപാട് പുസ്തകം വായിക്കുന്ന പോലെ തോന്നും. അത്രയും ക്ലോസ് ആണ് ഈ 2 ചാപ്റ്ററുകൾ. അതിനുശേഷം പാസ് ഓവർ, ക്രൂസിഫിക്കേഷൻ, റിസറക്ഷൻ, നമ്മുടെ രക്ഷയുടെ സകല സത്യങ്ങളും ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ബുക്കിൻ്റെ അവസാനം യേശുപ്പച്ചൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു വലിയ ദൗത്യം കൊടുത്തയക്കുന്ന കാണാം: ദ ഗ്രേറ്റ് കമ്മീഷൻ. ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാനുള്ള ദൗത്യം. സത്യം പറഞ്ഞാൽ അതേ ദൗത്യത്തിൻ്റെ, അതേ ഗ്രേറ്റ് കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി മറ്റൊരു രസകരമായ സത്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഈ സുവിശേഷം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മത്തായിക്ക് ചില നമ്പറുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുപോലെ തോന്നാം. പ്രത്യേകിച്ച് 3 എന്ന നമ്പറിന്. പത്രോസ് തള്ളിപ്പറഞ്ഞത് 3 തവണ 8, 9 അധ്യായങ്ങളിലായി 3 വീതമുള്ള 3 സെറ്റ് അത്ഭുതങ്ങൾ നമുക്ക് കാണാം. അതുമാത്രമല്ല, യേശുപ്പച്ചൻ നേരിട്ട 3 പരീക്ഷണങ്ങൾ, ഗത്സമനയിലെ 3 പ്രാർത്ഥനകൾ, ജ്ഞാനികൾ നൽകിയ 3 സമ്മാനങ്ങൾ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലെന്തോ വലിയ രഹസ്യമുണ്ടെന്ന്. ഒരിക്കലും 3 എന്ന നമ്പറിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ കുടുങ്ങിപ്പോകരുത്. അതിൻ്റെ പ്രത്യേകത തേടിപ്പോയി രക്ഷയുടെ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകരുത്. 3 മാത്രമല്ല, 7 എന്ന നമ്പറിന് ഒരു പ്രാധാന്യം തോന്നാം.
13-ാം അധ്യായത്തിൽ 7 ഉപമകൾ, 4000 പേരെ പോഷിപ്പിക്കാനെടുത്ത 7 അപ്പങ്ങൾ, കർത്തൃപ്രാർത്ഥനയിലെ 7 യാചനകൾ, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. മത്തായി ഈ സുവിശേഷത്തിന് ഒരു പ്രത്യേക താളം കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതൊരു ആർട്ട് വർക്ക് എന്ന രീതിയിൽ കണ്ടാൽ മതി. ഇങ്ങനെ പാട്ടായി തിരിച്ച് 3-4 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ മത്തായിയുടെ സുവിശേഷം. ഡെയിലി ഒരു 30-40 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു തീർക്കാവുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ഇനി ഓരോ ചാപ്റ്ററും നമുക്കൊരല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ബൈബിൾ നന്നായി മനസ്സിലാകണമെങ്കിൽ, അതിൻ്റെ ആത്മീയ അർത്ഥം അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ബൈബിൾ വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ നേടണം. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 കിടക്കാം. യേശു അപ്പച്ചൻ്റെ ജീനിയോളജിയിൽ നിന്നാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. 3 സെറ്റുകളായിട്ടാണ് ഇവിടെ തലമുറകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ പ്രവാസം വരെ 14 തലമുറകൾ, പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകൾ. ആക്ച്വലി 14 ജനറേഷനുകളാണ്. നമ്മൾ ബാക്കിയുള്ള ജീനിയോളജികൾ നോക്കിക്കഴിഞ്ഞാൽ 14-ൽ കൂടുതൽ ജനറേഷനുകൾ കാണാം. മത്തായി ഈ ജീനിയോളജിക്ക് ഒരു പ്രത്യേക താളം കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ചിട്ടവട്ടമൊക്കെ വേണമല്ലോ, അത്രമാത്രം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണയായി യഹൂദ വംശാവലികളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താറില്ല. പക്ഷേ ഈ ജീനിയോളജിയിൽ 5 സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താമാർ, രാഹാബ്, റൂത്ത്, ഊരിയാവിൻ്റെ ഭാര്യ അതായത് ബത്സേബ, പിന്നെ യേശുവിൻ്റെ അമ്മ മറിയ. ഇനി ഓരോരുത്തരെ നമ്മൾ നോക്കിയാൽ, താമാർ സ്വന്തം അമ്മായപ്പനിലൂടെ പ്രസവിക്കേണ്ടി വന്ന സ്ത്രീ, രാഹാബ് യെരിഹോയിലെ വേശ്യ, രൂത്ത് ഒരു അന്യജാതിക്കാരി, ഒരു മോവാബിയ സ്ത്രീ, ഊരിയാവിൻ്റെ ഭാര്യ ബത്ശേബ ദാവീദിനാൽ വഞ്ചിക്കപ്പെട്ട സ്ത്രീ, അല്ലെങ്കിൽ ദാവീദ് മഹാരാജാവ് ചൂഷണം ചെയ്ത ഒരു സ്ത്രീ, മറിയ യേശു അപ്പച്ചൻ്റെ അമ്മ. നമുക്ക് ഈ ജീനിയോളജിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ സകലമാന ആളുകളുമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, പാപികളും അന്യജാതിക്കാരുമുണ്ട്, പീഡിപ്പിക്കപ്പെട്ടവരും ചൂഷണം ചെയ്യപ്പെട്ടവരുമുണ്ട്. ദാവീദിനെയും അബ്രഹാമിനെയും പോലെ ദൈവത്തെ വളരെ അടുത്ത് അറിഞ്ഞവരുണ്ട്. മറിയമിനെ പോലെ ദൈവത്തെ അനുസരിച്ച് നടന്നവരുണ്ട്. അതായത് കർത്താവ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല നമ്മളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഈ വംശാവലി കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപികൾക്കും വിവരമില്ലാത്തവർക്കും കഴിവില്ലാത്തവർക്കും ഒക്കെ കർത്താവിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. വംശാവലി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം. മത്തായി ഈ ജീനിയോളജിയിലൂടെ യേശു അപ്പച്ചനെ ഒരു കിങ് ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ യേശു അപ്പച്ചൻ്റെ ജനനമാണ്. വെർജിൻ ബർത്തിലൂടെയും ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള പേരിലൂടെയും യേശു അപ്പച്ചനെ ഒരു ഡിവൈൻ നേച്ചർ ഉള്ള വ്യക്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ തന്നെ ഇമ്പോർട്ടൻ്റ് വേഴ്സായി ഞാൻ കരുതുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 21-ാമത്തെ വാക്യമാണ്. ഈ വചനത്തിലൂടെ ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, ഇൻറ്റൻഷൻ കാണിച്ചു തരുന്നുണ്ട്. മത്തായി 1:21, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട്. ഇത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രോമിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രക്ഷയുടെ സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പറയുന്ന രക്ഷ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ നിന്നോ ഹെൽത്ത് പ്രോബ്ലത്തിൽ നിന്നോ ഫാമിലി പ്രോബ്ലത്തിൽ നിന്നോ ഉള്ള രക്ഷയല്ല. തീർച്ചയായും ഇത്തരം ആവശ്യങ്ങൾക്ക് നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ വാക്യം പാപികൾക്കുള്ളതാണ്. ഞാനൊരു പാപിയാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചറിവുള്ളവർക്ക്. പാപരക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം ക്ഷമിക്കുക എന്ന് പറയുന്നതും പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കുന്നു എന്നാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നത് മാപ്പ് ലഭിക്കൽ മാത്രമല്ല, ഇനി പാപം ചെയ്യാതിരിക്കാനുള്ളൊരു ശക്തിയും കൂടെ ലഭിക്കലാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ളൊരു വിടുതലാണ്. ഇതിന് ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ്. നമുക്കറിയാം ദേഷ്യം, അസൂയ, വാശി ഇതൊക്കെ പാപമാണെന്ന്. ഇത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു പ്രവണതയുണ്ടല്ലോ, അതിൽ നിന്നുള്ള വിടുതൽ, അതാണ് യഥാർത്ഥ രക്ഷ, അതാണ് സാൽവേഷൻ. ചാപ്റ്റർ 2. ഇവിടെ നമുക്ക് കേട്ടിൽ നിന്ന് വരുന്ന ജ്ഞാനികളെ കാണാം. അവർ കൊണ്ടുവരുന്ന 3 സമ്മാനങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൊന്ന്, കുന്തിരിക്കം, മീറ. 3 പേരായിരുന്നു എന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സമ്മാനങ്ങൾ 3 ആയതുകൊണ്ട് നമ്മൾ അങ്ങ് ഉറപ്പിച്ചു 3 പേരാണ്.
എവിടെ നിന്നാണെന്നും പറഞ്ഞിട്ടില്ല. കിഴക്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കിഴക്ക് എന്ന് വെച്ചാൽ അത് ജോർദാനോ, ഇറാനോ, എന്തിന് നമ്മുടെ ഇന്ത്യയോ, ചൈനയോ, ജപ്പാനോ ഏതുമാവാം. ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. അവർ എത്ര പേരായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഏത് നാട്ടുകാരായിരുന്നു എന്നുള്ളതോ അല്ല പ്രധാനം. അവർ യേശു അപ്പച്ചനെ അന്വേഷിച്ച് കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനം. സത്യം അന്വേഷിക്കുന്നവർ ഏത് നാട്ടുകാരനായാലും ഏത് ഭാഷക്കാരനായാലും അവർ യേശു അപ്പച്ചനിലേക്ക് എത്താൻ സാധിക്കും. നമ്മുടെ അറിവോ പാരമ്പര്യങ്ങളോ അല്ല, മറിച്ച് ദൈവത്തെ കണ്ടെത്താനുള്ള നമ്മുടെ ആഗ്രഹമാണ് നമ്മളെ കർത്താവിലേക്ക് എത്തിക്കുന്നത്. ചാപ്റ്റർ 3 ഇവിടെയാണ് ബൈബിളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. കിങ്ഡം ഓഫ് ഹെവൻ, അതായത് സ്വർഗത്തിൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന വലിയ സൂചന ഈ ചാപ്റ്ററിൽ നമുക്ക് ലഭിക്കുന്നു. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം യേശു അപ്പച്ചൻ്റെ സ്നാനമാണ്, ബാപ്റ്റിസം. പാപമില്ലാത്ത യേശു അപ്പച്ചന് ശരിക്കും ബാപ്റ്റിസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്താണ് യേശു അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നോക്കാം. സകല നീതിയും നിവർത്തിക്കാൻ അവൻ യോഹന്നാൻ്റെ അടുക്കൽ താഴ്മയോടെ വന്നു. സബ്മിഷൻ, അത്രയേ ഉള്ളൂ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാകാൻ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അറിവുകളെയും ലോജിക്കുകളെയും പ്ലാനുകളെയും മാറ്റിവെച്ച് യേശു അപ്പച്ചനെ പോലെ താഴ്മയോടെ സബ്മിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. ചാപ്റ്റർ 4 മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുമ്പ് യേശു അപ്പച്ചൻ 40 രാവും 40 പകലും ഉപവസിക്കുന്നത് നമുക്ക് കാണാം. ഇത് സ്പിരിച്വൽ പ്രിപ്പറേഷനും പ്രാർത്ഥനയും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് യേശു അപ്പച്ചൻ കാണിച്ചു തരുന്നത്. ഇതിന് ശേഷം പിശാച് യേശു അപ്പച്ചനെ പരീക്ഷിക്കുന്നത് നമുക്ക് കാണാം. 3 തരത്തിലാണ് പരീക്ഷിക്കുന്നത്. വിശന്നിരിക്കുന്ന കർത്താവിനോട് കല്ല് അപ്പമായി കഴിക്കാൻ പറഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നു. ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചു കൊടുത്ത് അതിൻ്റെ മഹത്വം കാണിച്ചു കൊടുത്ത് തന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നൽകാമെന്ന് പറഞ്ഞ് പരീക്ഷിക്കുന്നു. പിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നു. ഈ 3 പരീക്ഷണങ്ങളും നമുക്ക് 1 യോഹന്നാൻ 2:16 കണക്ട് ചെയ്യാൻ സാധിക്കും. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ലെസ്റ്റ് ഓഫ് ദ ഐസ്, ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, പ്രൈഡ് ഓഫ് ദ ലൈഫ്. ജഡമോഹം, കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞതിലൂടെ. കൺമോഹം, ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചു കൊടുത്ത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചതിലൂടെ. ജീവനത്തിൻ്റെ പ്രതാപം, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞതിലൂടെ. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് 3 പിതാവിൽ നിന്നുള്ളതല്ല. ഇവിടെ മോഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിമോഹം എന്നല്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മോഹിക്കുന്നത് തെറ്റല്ല, പക്ഷെ അതിമോഹം എന്ന് പറയുന്നത് തെറ്റാണ്, ഗ്രീഡ്. പക്ഷെ ഇന്നത്തെ കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഉപദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിമോഹവും തെറ്റല്ല. കാരണം അതിമോഹം ഉണ്ടെങ്കിലേ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ്. ഇനി നമ്മൾ 1 തിമോത്തി 6:8 നോക്കിയാൽ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. ഈ ഒരു തൃപ്തിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. മോഹങ്ങളുടെ പുറകെ പോകാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം കൂടെ നമ്മളിവിടെ കാണണം. യേശു അപ്പച്ചനെ വഴിതെറ്റിക്കാൻ പിശാച് ഉപയോഗിച്ചത് വചനമാണ്. അതായത് വചനം അറിയാവുന്നവർ പോലും നമ്മളെ വഴിതെറ്റിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ചാപ്റ്ററുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററുകളൊന്ന് വായിക്കാൻ ശ്രമിക്കുക. വേറൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ചാപ്റ്ററുകൾ നോക്കാം.